കുളവാഴകൾ നിറഞ്ഞ ഒഴുക്ക് നഷ്ടപ്പെട്ട് ചിറക്കൽ തോട്. നീരൊഴുക്ക് തടസ്സപ്പെട്ടതോടെ 100ഓളം കുടുംബങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിലായി. ചാഴൂർ പഞ്ചായത്തിലെ ചിറക്കൽ തോട്ടിലാണ് വെള്ളമൊഴുക്ക് തടസ്സപ്പെടുത്തി കുളവാഴകൾ നിറഞ്ഞ് കിടക്കുന്നത്. കരുവന്നൂർ പുഴയിൽ നിന്ന് തുടങ്ങി 5 തെങ്ങ് വരെയുള്ള 3 കിലോമീറ്ററോളം നീളം വരുന്ന തോടാണ് മുഴുവനായി കുളവാഴ മൂടിക്കിടക്കുന്നത്. മഴ ശക്തമാകുന്നതോടെ 8ാം വാർഡിലെ 100 കണക്കിന് വീടുകളിലും ഇവരുടെ ഏക ആശ്രയമായ പുറംലോകവുമായി ബന്ധിപ്പിക്കുന്ന ചിറക്കൽ മാട്ടുമ്മൽ റോഡും കോട്ടം മാട്ടുമ്മൽ റോഡും വെള്ളത്തിൽ മുങ്ങുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഇഞ്ചമുടി, ജൂബിലി, തേവർപടവ് തുടങ്ങി 6ഓളം കോൾപ്പാട ശേഖരങ്ങളിൽ മഴക്കാലത്തുണ്ടാകുന്ന അധിക ജലം കരുവന്നൂർ പുഴയിലേക്ക് എത്തി കടലിലേക്ക് ഒഴുകിപ്പോകുന്നത് ഈ തോട്ടിലൂടെയാണ്. ഇവിടെ ഒഴുക്ക് തടസ്സപ്പെടുന്നതോടെ കോൾ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുകയും കൃഷി ചെയ്തിട്ടുള്ള ആയിരക്കണക്കിന് നേന്ത്രവാഴകളും താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിലാവുകയും ചെയ്യുമെന്നും സമീപവാസിയായ സുധീർ പറഞ്ഞു. അതിന് കാരണം എന്താ വെച്ചാൽ ഈ ചണ്ടി ഇവിടെ ഏറ്റവും കൂടുതൽ വെള്ളം റിട്ടേൺ ഒഴുകി പോകുന്ന ചാലാണ് ചിറക്കത്തോട്. ഈ ചിറക്കത്തോട്ടിൽ ചണ്ടി വളരെയധികം വർദ്ധിച്ച്, ഇതിന് മെയിൻ കാരണം ഈ ചണ്ടി വരുമ്പോൾ ഒരു വർഷത്തേക്ക് വാരാൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം വാരി ഇവരിട്ട് പോവും. പിന്നെ ബാക്കിയുള്ളത് വളർന്ന് വീണ്ടും 3 മാസം കഴിയുമ്പോഴേക്കും ഈ പുഴ നിറയും. ഈ ചണ്ടി നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒഴുക്ക് തടസ്സപ്പെടും. ഇതിലെ വെള്ളം ഈ പാടങ്ങളിപ്പോൾ ഇഞ്ചമുടി പടവ്, പുറത്തുപടവ്, അന്തിക്കാട്ട് പടവ്, ജൂബിലി, 4 പടവ്, പൂത്തറയ്ക്കെന്ന് വരുന്ന ഒരു 8ഓളം പാടങ്ങൾ. ഇതിലെ എല്ലാ വെള്ളം മഴ പെയ്യുന്ന മുറയ്ക്ക് ചിറക്കത്തോട്ടിലൂടെയാണ് റിട്ടേൺ ഈ വലിയ പുഴയിലേക്ക് ഇറങ്ങുന്നത്. പക്ഷേ ഈ ചണ്ടി വരാത്തതുകൊണ്ട് ഇപ്പോൾ ഈ ചണ്ടി വെള്ളം, കലങ്ങിയ വെള്ളവും ഈ ചണ്ടി ചീഞ്ഞ് ഇതിവിടുത്തെ ജനങ്ങൾ കുളിക്കാനും ഈ പാത്രം കഴുകാനെല്ലാം ഈ പുഴയിലത്തെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അതിപ്പോൾ ഞങ്ങൾക്ക് സാധ്യമല്ല. പൈപ്പിലും വെള്ളമില്ല. കുടിക്കാൻ ഈ കിണറുകൾ ഈ ചണ്ടി ചീഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഈ എല്ലാ കിണറ്റിലെയും വെള്ളം മഞ്ഞ നിറത്തിലായിരിക്കുക. സമീപ പ്രദേശങ്ങളിലെ തോടുകളിലെ കുളവാഴകൾ അധികൃതർ എടുത്തു മാറ്റിയിട്ടും മേഖലയിലെ പ്രധാന തോടായ ചിറക്കൽ തോട് വൃത്തിയാക്കാൻ നാളിതുവരെയായിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും പരാതിയുമായി നിരവധി തവണ ഇറിഗേഷൻ അധികൃതരെ സമീപിച്ചെങ്കിലും ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞു തന്നെ ഒഴിവാക്കിയെന്ന് വാർഡംഗം സുബി രഘു പറഞ്ഞു. ഇവിടെ എല്ലാ വർഷവും ചണ്ടി നീക്കം ചെയ്യാറുണ്ട്. പക്ഷേ ഈ വർഷം ചണ്ടി നീക്കം ചെയ്തില്ല. അപ്പോൾ മഴയ്ക്ക് മുന്നേ തന്നെ നമ്മൾ ഇവിടുത്തെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിച്ചിരുന്നു. പക്ഷെ അവർ പറഞ്ഞത് അവർക്ക് ചെയ്യാനായിട്ടുള്ള ഫണ്ടില്ല എന്നാണ്. എത്രയും പെട്ടെന്ന് ഇത് പരിഹരിച്ചില്ലെങ്കിൽ ഇവിടെ അടുത്തുള്ള വീടുകൾ മാത്രമല്ല ഈ ഗ്രാമം മൊത്തത്തിൽ തന്നെ വെള്ളക്കെട്ടിലാവാണ്. പുഴയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ഈ ചണ്ടി എത്രയും വേഗം നീക്കം ചെയ്യണം. കുളവാഴകൾ ചീഞ്ഞ വലിയ ദുർഗന്ധമാണെന്നും തങ്ങളുടെ കുടിവെള്ള സ്രോതസ്സുകൾ മലിനമായതായും ഇഴജന്തുക്കളുടെ ശല്യം രൂക്ഷമാണെന്നും പ്രധാന കാരണമായ കുളവാഴകൾ എടുത്തുമാറ്റാൻ ആവശ്യമായ നടപടികൾ അധികൃതർ എത്രയും വേഗം സ്വീകരിക്കണമെന്നുമാണ് ഇവിടുത്തുകാരുടെ ആവശ്യം.